ഹലോ ഗെയ്സ്, അപ്പം ഞാൻ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ എനിക്ക് റിവ്യൂസ് ഒന്നും കണ്ടില്ല. ഇൻസ്റ്റാഗ്രാം തുറന്നിട്ടില്ല. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഓരോ അതിൻ്റെ സസ്പെൻസ് പൊളിക്കുന്നതാണ്. സോ ഇൻസ്റ്റാഗ്രാമൊന്നും തുറന്നിട്ടില്ല. സോ ഇപ്പോൾ 9:30 10:15 നമ്മുടെ ടൈം വന്നിട്ട്. സോ പോയി കാണാം. ഞാനും കണ്ടിട്ട് അധികം റിവ്യൂ ഒന്നും പറയുന്നില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ ഗേസ്, സത്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വളരെ ത്രില്ലായിട്ട് പോവുകയാണ്. ഇന്നലെയാണ് ഫിലിം ഇറങ്ങി. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പോയി കണ്ടു. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇന്നായിരിക്കും കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമൊന്നും തുറന്നിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ ലിസ്റ്റ് അത് കാണണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമൊന്നും തുറക്കാതെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോടെ കൂടിയാണ് ഞാൻ പോയത്. നമ്മളെത്തിയപ്പോൾ തന്നെ നമുക്ക് തന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നത്. കാരണം ഫസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് സിനിപോളിസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാളിലാണ് ബുക്ക് ചെയ്ത്. അങ്ങനെ അവിടെ പോയി സിനിമ തുടങ്ങി. അടിപൊളി ഫിലിമാണ് ഗൈസ്. എനിക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു. മേക്കിങ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ടെസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ തിയേറ്റർ ഓഫായിപ്പോയി. തിയേറ്ററിൻ്റെ സ്ക്രീൻ ഓഫായിപ്പോയി. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണതാണ്. തിയേറ്ററിൻ്റെ സ്ക്രീൻ ഓഫായി പോകുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. തിയേറ്ററിൽ മാളിലായിരുന്നു നല്ല തിരക്കായിരുന്നു. 10:15 ഫിലിം നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തിയേറ്റർ പെട്ടെന്ന് സ്ക്രീൻ ഓഫായത്. അത് ആരും ഒട്ടും പ്രതീക്ഷിക്കാതാണ് സ്ക്രീൻ ഓഫായത്. അപ്പം തന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഇടയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. കൂവിളിയും എല്ലാം തുടങ്ങി. പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ അടുത്ത് സോറി എല്ലാം പറഞ്ഞ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേസിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ക്രീൻ ഓഫായി പോകുന്നത്. എന്ത് പറ്റി എന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇൻ്റർവെല്ലൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും സ്ക്രീൻ ഓഫായെന്ന് വെച്ചു. പക്ഷേ എന്തെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം, അതും എമ്പുരാൻ കാണാൻ പോകുന്ന ടൈമിൽ ഇത് എക്സ്പീരിയൻസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ബഹളവും ചീത്തവിളിയോ ഒരു അഭിഷേകം തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ 20 മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ അടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫിലിം കാണുന്നത്. അങ്ങനെ ഫിലിമെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, നല്ല ഫിലിം തന്നെയായിരുന്നു. ഞാൻ കൂടുതലൊന്നും ഫിലിമിനെ കുറിച്ച് പറയുന്നില്ല. കാണാത്തവർ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത്, വേറൊന്നും പറയുന്നില്ല. എന്തായിരുന്നാലും ഫിലിം എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി ഫിലിമായിരുന്നു. പിന്നെ 20 മിനിറ്റിന് ശേഷമാണ് വീണ്ടും ഫിലിം അവരിട്ട് നമ്മൾ പിന്നെയും കണ്ട്. അങ്ങനെ ഒരു 3 മണിക്കൂറോളം ഉണ്ട് ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായിരുന്നാലും അടിപൊളി ഫിലിമായിരുന്നു. ഫിലിം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ തന്നെ 2 മണി ആകുന്നു. ഈ പ്രാവശ്യമാണ് ഫിലിം കാണാൻ പോയപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് നല്ല കമ്പനിയായി. അങ്ങനെ നമ്മൾ ഫിലിമെല്ലാം കണ്ട് ഇറങ്ങി. അപ്പം തന്നെ അടുത്ത ഷോയും തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പായി ഗൈസ്. പിന്നെ വേറോട്ടും ചിക്കനും എല്ലാം കഴിച്ചിട്ട് റൂമിലെത്തി. ഇത്രയുള്ള ഗൈസ്റ്റൊക്കെ ബൈ.